ഈ സോറിയാസിനെയും അതുപോലെ ഡാൻഡ്രഫിനെയും എങ്ങനെ തിരിച്ചറിയാം? നോർമലി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ എപ്പോഴും പൊടി പോലെയായിരിക്കും ഈ ഡാൻഡ്രഫ്. പൊടി പോലെ വെളുത്ത നിറത്തിലോ അല്ല മഞ്ഞ നിറത്തിലോ ആയിരിക്കും. ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ തട്ടുമ്പോഴൊക്കെ ഷർട്ടിൽ വീഴും, അതുപോലെ തലയിൽ നിന്ന് ഇങ്ങനെ പറക്കും, ആ രീതിയിലായിരിക്കും. പക്ഷേ സ്കാൽപ്പ് സോറിയാസിൻ്റെ ഫ്ലേക്സിങ്സ് എന്ന് പറഞ്ഞാൽ വളരെ കട്ടിയുള്ള ഇതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് വരില്ല, നമ്മുടെ തലയിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. അതുപോലെ ഇത് വളരെ തിക്കറായിട്ടുള്ള സ്കെയിൽസ് ആയിരിക്കും. ഈ സ്കെയിൽസ് മാറുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ചെറിയ രീതിയിൽ ചിലപ്പോൾ രക്തവും വന്നെന്നിരിക്കാം. പിന്നെ സോറിയാസിസ് എപ്പോഴും നമ്മുടെ ഈ തലമുടി വിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലും ചിലപ്പം കാണും. എന്ന് പറഞ്ഞാൽ ഹെയർ ലൈനിലോട്ട്, എന്ന് പറഞ്ഞാൽ ഇവിടെ നെറ്റിയുടെ ഈ ഭാഗം, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ, അല്ലെങ്കിൽ ചെവിയുടെ താഴെ ഒക്കെ കാണും ഈ ഡാൻഡ്രഫ് ആണെങ്കിൽ. പക്ഷേ നമ്മുടെ കണ്ണിൻ്റെ പിരികത്തും അതുപോലെ താടിയിലും ചെസ്റ്റിലും മുടിയുള്ള ഭാഗങ്ങളിലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ഈ സോറിയാസ് ഒരു ഓട്ടോഇമ്യൂൺ ഡിസോർഡറാണ്. അപ്പം അങ്ങനെ ഒരു സ്കാൽപ്പിൽ സോറിയാസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ചികിത്സിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഡാൻഡ്രഫ് ആണെങ്കിൽ നമ്മൾ നോർമലി ഡാൻഡ്രഫ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ സ്കാൽപ്പിൽ ഓവർനെസ് ഉള്ള ഓയിൽനെസ് കൂടുതലും, അതുപോലെ ഒരു ഈസ്റ്റിൻ്റെ ഗ്രോത്തും, പിന്നെ ചില സന്ദർഭങ്ങളിൽ ഒരുപാട് സ്ട്രെസ്സ് കാരണം, അതുപോലെ ചില ഷാംപൂസ് അല്ലെങ്കിൽ ചില ഹെയർ പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അലർജി കാരണമായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഷാംപൂസും അതുപോലെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മെഡിക്കേഷൻസും ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാൻഡ്രഫിനെയും വളരെ നല്ലതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.